Hello dear students, the next topic is planar graph. Okay, planar graph. A graph G is said to be a planar graph if there exists some geometrical representation of a G which can be drawn on a plane such that no two edges will intersect or no two of its edges gets intersected. അതായത് ഒരു ഗ്രാഫിനെ നമുക്ക് പ്ലെനാർ ഗ്രാഫ് എന്ന് പറയണമെങ്കിൽ പ്ലെയിനിൽ ആ ഗ്രാഫിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ ദാറ്റ് മീൻസ് ജോമെട്രിക് റെപ്രസെൻറ്റേഷൻ ഓഫ് എ ഗ്രാഫ് ഓൺ എ പ്ലെയിൻ. ഓക്കെ, പ്ലെയിനിൽ നമ്മൾ ആ ഗ്രാഫിനെ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ എഡ്ജസ് ഇൻ്റർസെക്റ്റ് ചെയ്യാൻ പാടില്ല. ഒരു എഡ്ജസും ഈവൻ വൺ എഡ്ജ് പോലും ഇൻ്റർസെക്റ്റ് ചെയ്യാൻ പാടില്ല. അങ്ങനെയുള്ള ഗ്രാഫിനെയാണ് നമ്മൾ പ്ലെനാർ ഗ്രാഫ് എന്ന് പറയുന്നത്. Okay, for example, here this is a graph. ഇതൊരു ഗ്രാഫ്. ആ ഗ്രാഫിനെ നമ്മൾ പ്ലെയിനിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നു. അപ്പോൾ പ്ലെയിനിൽ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 4 വേർട്ടിസസ്. സോ നമ്മൾ ഫസ്റ്റ് ഈ 4 എഡ്ജസ് റെപ്രസെൻറ്റ് ചെയ്തു, ദെൻ ഈ എഡ്ജ് റെപ്രസെൻറ്റ് ചെയ്തു, ദെൻ ഈ എഡ്ജ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ അവിടെ ഒരു ഇൻ്റർസെക്ഷൻ വരും. ബട്ട് വി ക്യാൻ അവോയ്ഡ് ദാറ്റ് ഇൻ്റർസെക്ഷൻ ബൈ ഡ്രോയിങ് ദാറ്റ് എഡ്ജ് ലൈക്ക് ദിസ് വേ. ഇങ്ങനെയാണ് ആ എഡ്ജ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നതെങ്കിൽ, അതായത് ഇപ്പോൾ V1, V2, V3, V4. V2 ടു V4 ജോയിൻ ചെയ്യുന്ന എഡ്ജിനെ നമ്മൾ ഔട്ട്സൈഡിലൂടെ വരയ്ക്കുവാണെങ്കിൽ, ഡ്രോ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻ്റർസെക്ഷൻ അവോയ്ഡ് ചെയ്ത് ഈ ഗ്രാഫിനെ നമുക്ക് പ്ലെയിനിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. സോ ദിസ് ഈസ് എ പ്ലെനാർ റെപ്രസെൻറ്റേഷൻ ഓഫ് G ഓർ ദിസ് ഈസ് എ പ്ലെയിൻ ഗ്രാഫ്. ഗ്രാഫ് G എന്ന് പറയുന്ന ഒരു പ്ലെനാർ ഗ്രാഫ് ആണ്. ഓക്കെ, സോ ഇങ്ങനെ ഒരു ഗ്രാഫിനെ നമ്മൾ എഡ്ജസിനെ ഇൻ്റർസെക്റ്റ് ചെയ്യാതെ പ്ലെയിനിൽ റെപ്രസെൻറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെ എംബഡിങ് എന്നാണ് പറയുന്നത്. ആൻഡ് ദാറ്റ് എംബഡിങ് ഓഫ് എ ഗ്രാഫ് ഓർ ജോമെട്രിക് റെപ്രസെൻറ്റേഷൻ ഓഫ് എ ഗ്രാഫ് ഈസ് ഓൾസോ നോൺ ആസ് പ്ലെയിൻ റെപ്രസെൻറ്റേഷൻ ഓഫ് എ ഗ്രാഫ്. ഓക്കെ, അപ്പോൾ ഒരു ഗ്രാഫിനെ എഡ്ജസ് ഒന്നും ഇൻ്റർസെക്റ്റ് ചെയ്യാതെ നമ്മൾ ജോമെട്രിക്കായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നതിനെ എംബഡിങ് എന്ന് പറയും, ഒരു പ്ലെയിൻ റെപ്രസെൻറ്റേഷൻ ഓഫ് എ ഗ്രാഫ് എന്ന് പറയും. ദെൻ ആ ഗ്രാഫിനെ നമുക്ക് പ്ലെനാർ ഗ്രാഫ് എന്നും പറയും. ഓക്കെ, എ ഗ്രാഫ് ദാറ്റ് കനോട്ട് ബി ഡ്രോൺ ഓൺ എ പ്ലെയിൻ വിത്തൗട്ട് എ ക്രോസ് ഓവർ ബിറ്റ്വീൻ ദ എഡ്ജസ് ഈസ് കോൾഡ് നോൺ പ്ലെനാർ. ഓക്കെ, അപ്പോൾ നമ്മൾ ഗ്രാഫിനെ പ്ലെയിനിൽ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ എഡ്ജസ് ഇൻ്റർസെക്റ്റ് ചെയ്തില്ലെങ്കിൽ അത് പ്ലെനാർ ഗ്രാഫ് എന്നും പറയും. ബട്ട് ഒരു ഗ്രാഫിനെ നമുക്ക് പ്ലെയിനിൽ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ എഡ്ജസ് ഇൻ്റർസെക്റ്റ് ചെയ്യാതെ അതിന് വരയ്ക്കാൻ പറ്റില്ല. ദാറ്റ് മീൻസ് എഡ്ജസ് ഇൻ്റർസെക്റ്റ് ചെയ്യും. അങ്ങനെയുള്ള ഗ്രാഫിനെ നമുക്ക് നോൺ പ്ലെനാർ ഗ്രാഫ് എന്ന് പറയും. ഫോർ എക്സാമ്പിൾ, സപ്പോസ് this is a graph which consists of 1, 2, 3, 4, 5, 6 vertices ഉണ്ട്. ദെൻ 1, 4നെ കണക്ട് ചെയ്യുന്ന എഡ്ജ്, 3, 6നെ കണക്ട് ചെയ്യുന്ന എഡ്ജ്, 2, 5നെ കണക്ട് ചെയ്യുന്ന എഡ്ജ്. ഓക്കെ, സോ ഇതിനെ നമ്മൾ പ്ലെയിനിൽ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ 1, 2, 3, 4, 5, 6. 1, 2, 3, 4, 5, 6. ഇനിഷ്യലി നമ്മൾ ഔട്ടർ എഡ്ജസ് എല്ലാം സർക്യൂട്ട്സ് പോലെ എഡ്ജിനെ കണക്ട് ചെയ്തു. ദെൻ 1 to 4 നോ എഡ്ജ് ഇൻ്റർസെക്ഷൻ. ദെൻ 3 to 6. 3 to 6നെ നമുക്ക് ഔട്ട് സൈഡിലൂടെ വരയ്ക്കാം. ഓക്കെ, നോ പ്രോബ്ലം. ദെൻ ഈസ് 2 to 5. അപ്പോൾ 2 to 5നെ നമ്മൾ ഇൻസൈഡിലൂടെ വരച്ചാലും ഇൻ്റർസെക്ഷൻ ഉണ്ട്. ദെൻ 2 to 5നെ നമ്മൾ ഔട്ട് സൈഡിലൂടെ വരച്ചാലും അവിടെ ഒരു ഇൻ്റർസെക്ഷൻ വരും. ഏത് രീതിയിൽ വരച്ചാലും 2 to 5 എഡ്ജിനെ നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ അവിടെ ഒരു ഇൻ്റർസെക്ഷൻ വരും. സോ ഇറ്റ് ഇസ് എ നോൺ പ്ലെനാർ ഗ്രാഫ്. ദാറ്റ് മീൻസ് വി കനോട്ട് represent this graph on a plane without crossing over the edges. എഡ്ജസ് ക്രോസിങ് ഓവർ ഇല്ലാതെ നമുക്കിതിനെ പ്ലെയിനിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, സോ this is plane graph and this is planar graph and non-planar graph. Okay, planar graph means if we can draw a or represent a graph on a plane without edges intersection, that graph is called planar graph. And that planar graph drawing on a plane, that process is called embedding, and that representation is also known as plane representation, and otherwise the graph will be non-planar graph. ഓക്കെ, ദെൻ ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2 നോൺ പ്ലെനാർ സിമ്പിൾ ഗ്രാഫിനെ പറ്റിയിട്ടാണ്. ആൻഡ് ദാറ്റ് 2 സിമ്പിൾ ഗ്രാഫ്സ് ആർ ഡെവലപ്ഡ് ഓർ ഡിസ്കവേർഡ് ബൈ എ പോളിഷ് മാത്തമാറ്റീഷ്യൻ Casimir Kuratowski. So that 2 graphs are
named as Kuratowski's graphs. Kuratowski's graph. Important question ആണ്. ഇതിലേതെങ്കിലും ഒരു ഗ്രാഫിനെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻ യൂണിവേഴ്സിറ്റിക്ക് ഉണ്ടാകും. So the graphs are Kuratowski's first graph and also Kuratowski's second graph. Okay, Kuratowski's first graph. This is the Kuratowski's first graph. Okay, Kuratowski. The first graph of a Kuratowski means it's a complete graph with 5 vertices and 10 edges, and it is denoted as K5. Okay, Kuratowski's first graph is a complete graph, that is K5. That means it consisting of 5 vertices and total 10 edges. Then the question is, നമ്മൾ പറഞ്ഞു Kuratowski's graphs നോൺ പ്ലാനാർ ആണ്. അപ്പോൾ അത് നോൺ പ്ലാനാർ എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. സോ ദ ക്വസ്റ്റ്യൻ വരുന്നത് പ്രൂവ് ദാറ്റ് ദ Kuratowski's ഫസ്റ്റ് ഗ്രാഫ് ഈസ് നോൺ പ്ലാനാർ, ഓർ പ്രൂവ് ദാറ്റ് എ കംപ്ലീറ്റ് ഗ്രാഫ് ഓഫ് 5 വേർട്ടിസസ് ഈസ് നോൺ പ്ലാനാർ, ഓർ പ്രൂവ് ദാറ്റ് K5 ഈസ് നോൺ പ്ലാനാർ. ഓക്കെ, അപ്പോൾ നമ്മളത് ഡയഗ്രാമാറ്റിക്കലി റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ എഡ്ജസിനെ കണക്ട് ചെയ്തിട്ട് വേണം, ലാസ്റ്റ് എഡ്ജസ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത് കാണിച്ചിട്ട് വേണം അതിനെ നോൺ പ്ലാനാർ എന്ന് റെപ്രസെൻറ്റ് ചെയ്യും. ഓക്കെ, സോ സ്റ്റെപ്പ് 1 നമുക്ക് ടോട്ടൽ 5 വേർട്ടിസസ് ഉണ്ട്. സോ ഈ 5 വേർട്ടിസസിനെ നമ്മൾ കണക്ട് ചെയ്ത് ഒരു സർക്യൂട്ട് ക്രിയേറ്റ് ചെയ്തു. V1 അപ് ടു V5 എല്ലാ വേർട്ടിസസിനിടയ്ക്കും എഡ്ജസ് നമ്മൾ V1 to V2, then V2 to V3, V3 to V4, V4 to V5, then V5 to V1 ഒരു സർക്യൂട്ട് കൺസ്ട്രക്ട് ചെയ്തു. ഓക്കെ, ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മളിപ്പോൾ V5 to V2, നിങ്ങൾക്ക് ഏത് എഡ്ജ് വേണമെങ്കിലും വരയ്ക്കാം. ഞാനിപ്പോൾ എടുത്തത് V5 to V2, V5ഉം V2ഉം അല്ലെങ്കിൽ V2 V5 ജോയിൻ ചെയ്യാം. സെക്കൻഡ് സ്റ്റെപ്പ് ഓവർ. സോ നോ എഡ്ജ് ഇൻ്റർസെക്ഷൻ. ദെൻ തേർഡ് സ്റ്റെപ്പിൽ നമുക്ക് V2 to V4 ജോയിൻ ചെയ്തു. സോ ദർ ആൾസോ നോ ഇൻ്റർസെക്ഷൻ. ദെൻ ഫോർത്ത് സ്റ്റെപ്പിൽ നമുക്ക് V1 to V3. അപ്പോൾ V1 to V3 നമ്മൾ ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ അവിടെ ഒരു എഡ്ജ് ഇൻ്റർസെക്ഷൻ വരും. സോ വി ഡ്രോ ആൻ എഡ്ജ് ഫ്രം V1 to V3 ഔട്ട്സൈഡ് പാർട്ടിലൂടെ നമ്മൾ എഡ്ജ് വരച്ചു. സോ നോ ഇൻ്റർസെക്ഷൻ. ദെൻ V1 to V4 ആണ് നമ്മൾ നെക്സ്റ്റ് എഡ്ജ്, അതും നമ്മൾ ഇൻസൈഡിലൂടെ വരയ്ക്കുമ്പോൾ അവിടെ ഇൻ്റർസെക്ഷൻ വരും. സോ ഡ്രോ എൻ എഡ്ജ് ഫ്രം V1 to V4 ഔട്ട്സൈഡ് റീജിയനിലൂടെ വരയ്ക്കാം. ഓക്കെ, ഇനി ലാസ്റ്റ് നമുക്ക് വരയ്ക്കാനുള്ള എഡ്ജ് എന്ന് പറയുന്നത് നമുക്ക് V5 to V3. സോ ദ ഗ്രാഫ് ഈസ്, ഇതായിരുന്നു ഗ്രാഫ്. ഓക്കെ, അതിൽ നമ്മൾ ഈ എഡ്ജസിനെല്ലാം ഡ്രോ ചെയ്തു, ദെൻ ഈ എഡ്ജിനെ ഡ്രോ ചെയ്തു, ഈ എഡ്ജിനെ ഡ്രോ ചെയ്തു, ദെൻ ഈ എഡ്ജിനെ നമ്മൾ പുറത്തൂടെ ഡ്രോ ചെയ്തു, ഈ എഡ്ജിനെ നമ്മൾ പുറത്തൂടെ ഡ്രോ ചെയ്തു. ഓക്കെ, ദെൻ നമുക്കിനി വരയ്ക്കാനുള്ളത്, അതായത് ഈ എഡ്ജ് എന്ന് പറയുന്നത് ഇതാണ്, ദെൻ ഈ എഡ്ജ് എന്ന് പറയുന്നത് ഇതിന് കറസ്പോണ്ടിങ് ആണ്. സോ ഇതും എല്ലാം ഡ്രോ ചെയ്തു. ഇനി റിമൈനിങ് ആയിട്ടുള്ളത് ഈ ഒരു എഡ്ജാണ്. ഓക്കെ, അതെങ്ങനെ നോക്കിക്കഴിഞ്ഞാലും നമ്മൾ എങ്ങനെ വരച്ച് നോക്കിക്കഴിഞ്ഞാലും അത് ഇൻ്റർസെക്റ്റ് ചെയ്ത് മാത്രമേ വരത്തുള്ളൂ. സോ ഹിയർ V3 to V5 cannot be drawn without crossover, without intersection. So which means that the graph cannot be embedded on a plane. That means the complete graph for a Kuratowski's first graph is non-planar. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ വരച്ച് നോക്കാൻ മതി. ഫസ്റ്റ് ഒരു സർക്യൂട്ട് കൺസ്ട്രക്ട് ചെയ്യുക, ദെൻ ഓരോ എഡ്ജസായിട്ട് 1 by 1 ആയിട്ട് ഫൈനലി ലാസ്റ്റ് എഡ്ജ് വരുമ്പോൾ നമുക്ക് എന്തായാലും അവിടെ ഒരു ഇൻ്റർസെക്ഷൻ വരും. സോ ഇവിടെ ലാസ്റ്റ് എഡ്ജിലാണ് ഇൻ്റർസെക്ഷൻ വരുന്നത്. സോ ദാറ്റ് മീൻസ് Kuratowski's ഫസ്റ്റ് ഗ്രാഫിൽ നിന്ന് നമ്മൾ ഒരു എഡ്ജ് അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഇൻ്റർസെക്ഷൻ അവോയ്ഡ് ചെയ്ത് അതിനെ ഒരു നോൺ പ്ലാനാർ ഗ്രാഫിലോട്ട് കൺവേർട്ട് ചെയ്യാം. സോ we can say that Kuratowski's first graph is non-planar, but we can convert that non-planarity into planarity by removing just one edge. The next is Kuratowski's second graph. The second graph of Kuratowski graph means it's a regular connected graph. Regular graph means എല്ലാ vertices degree same ആയിരിക്കും. Kuratowski's first graph and regular graph ആണ്. So it is a regular graph, connected graph with 6 vertices and 9 edges. ഫസ്റ്റ് ഗ്രാഫിൽ 5 വേർട്ടിസസും 10 എഡ്ജസും ആണ്. സെക്കൻഡ് ഗ്രാഫിൽ 6 വേർട്ടിസസും 9 എഡ്ജസും ആണ്. 6 വേർട്ടിസസ് മീൻസ് 1 2 3 4 5 6. ഓക്കെ, 1 2 3 4 5 6 7 8 9 അങ്ങനെ ടോട്ടൽ 9 എഡ്ജസും ഉണ്ട്. ഓക്കെ, ഇനി ഈ ഗ്രാഫ് നമുക്ക് നോൺ പ്ലാനാർ ആണെന്ന് പ്രൂവ് ചെയ്യണം. സോ പ്രൂവ് ദാറ്റ് Kuratowski's സെക്കൻഡ് ഗ്രാഫ് ഈസ് നോൺ പ്ലാനാർ.
അപ്പോൾ ഈ കുരട്ടോവ്സ്കി സെക്കൻഡ് ഗ്രാഫിനെ നമുക്ക് K33 ആയിട്ട് ഡിനോട്ട് ചെയ്യാം. K33. സോ വി ക്യാൻ ഓൾസോ ദ ക്വസ്റ്റ്യൻ വരുന്നത് പ്രൂവ് ദാറ്റ് K33 ഈസ് നോൺ പ്ലാനർ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ V1 നിന്ന് V3, V5, V6 എഡ്ജ് കണക്ട് ചെയ്തു. ദെൻ V2 ടു V6, V3 ടു V6 അത്രയും എഡ്ജ് കണക്ട് ചെയ്തു. ഓക്കെ, നോ ക്രോസ് ഓവർ, ദാറ്റ് ഇസ് നോ ഇൻ്റർസെക്ഷൻ. ദെൻ സ്റ്റെപ്പ് 2 നമുക്ക് V2 നിന്ന് V5 ഔട്ട്സൈഡ് ഒരു എഡ്ജ് കൺസ്ട്രക്ട് ചെയ്യാം. V2 നിന്ന് ദെൻ V4, sorry, here there is a correction. First edge is from V2 to V5 ഉണ്ട്, V2 to V4 ആണ്. ഓക്കെ, V2 to V4 ആണ്. ഓക്കെ, ഇത്രയും പോർഷൻ ഇല്ല. ഇത് രണ്ടും ഞാൻ വരച്ചിട്ടുള്ള രണ്ട് എഡ്ജും V5 ജോയിൻ ചെയ്തേക്കുന്നത് ബൈ മിസ്റ്റേക്കാണ്. ഫസ്റ്റ് ഒരു എഡ്ജ് നമുക്ക് V4 ദാറ്റ് മീൻസ് 1 2 3 4 5 6 V1 V2 V3 V4 V6 V5 V6. സോ ഫസ്റ്റ് നമ്മൾ എങ്ങനെ വരച്ചു, ദെൻ V2 to V6, V3 to V6, ദെൻ V2 to V4 V2 to V5. ഇതാണ് സെക്കൻഡ് സ്റ്റെപ്പ്. ഓക്കെ, അത് ക്ലിയർ ചെയ്തേക്കണം. ഓക്കെ, ദെൻ സ്റ്റെപ്പ് 3 ഈ നമുക്ക് ലെഫ്റ്റ് ആയിട്ടുള്ളത് V3 നിന്ന് V5 V4 അപ്പോൾ V3 നിന്ന് നമുക്ക് V5 ജോയിൻ ചെയ്യാം, നോ പ്രോബ്ലം. ഓക്കെ, ബട്ട് V3 നിന്ന് V4 ജോയിൻ ചെയ്യുമ്പോൾ ഏത് രീതിയിൽ നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാലും അവിടെ ഒരു ഇൻ്റർസെക്ഷൻ, ഒരു ക്രോസ് ഓവർ വരും. That means Kuratowski's second graph or K33 cannot be embedded on a plane and it is a non-planar. So ഈ റെപ്രസെൻറ്റേഷൻ പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ ഗ്രാഫിൻ്റെ ആപ്ലിക്കേഷൻ പഠിച്ചപ്പോൾ യൂട്ടിലിറ്റി പ്രോബ്ലം പഠിച്ചിരുന്നു. യൂട്ടിലിറ്റി പ്രോബ്ലത്തിൽ ഈ ഒരു ആപ്ലിക്കേഷനാണ് വരുന്നത്. ഓക്കെ, സോ ദ Kuratowski's second graph is also non-planar. Then, so from the above two graphs, we can say some of the properties, common properties of Kuratowski's first and second graph. That is, first property is both are regular graph. Regular graph means here the all edges having equal degree. Kuratowski's second graph le all edges in degree 3 aanu. Kuratowski's first graph le all edges in degree ennu parayunnathu 4 aanu. So it is both are regular graph. Then both are non-planar, that we already said. Then the removal of one edge or a vertex makes each a planar graph. ഇല്ലേ, നമുക്ക് ലാസ്റ്റ് എഡ്ജ് കൺസ്ട്രക്ട് ചെയ്തപ്പോഴായിരുന്നു നമുക്ക് അവിടെ ഒരു ഇൻ്റർസെക്ഷൻ വന്നത്. സോ രണ്ട് ഗ്രാഫിലും ഒരു എഡ്ജ് നമ്മൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ, വേർട്ടെക്സ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ നോൺ പ്ലാനറിൽ നിന്ന് നമുക്ക് പ്ലാനറിലോട്ട് കൺവേർട്ട് ചെയ്യാം. ദെൻ Kuratowski's first graph is a non-planar graph with the smallest number of vertices. That is, number of vertices is 5. And Kuratowski's second graph is a non-planar graph with the smallest number of edges. That means 9 edges. So, thus both are simple non-planar graphs. So, these are the properties. Both are regular graph, both are non-planar. Then removal of one edge from both graphs makes them planar graph. And Kuratowski's first graph is a graph with the smallest number of vertices, and Kuratowski's second graph is the simple graph with the smallest number of edges. So both are simple non-planar graphs. Okay, the next is planar graph എന്താന്ന് പറഞ്ഞു. Kuratowski's first graph and second graph both are non-planar graph. Then the next topic is different representation of a planar graph. നമ്മൾ ഒരു പ്ലാനാർ ഗ്രാഫിനെ എംബഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ പ്ലെയിൻ റെപ്രസെൻറ്റേഷൻ നമ്മൾ ഡ്രോ ചെയ്യുമ്പോൾ എങ്ങനെയൊക്കെ നമുക്കതിന് റെപ്രസെൻറ്റേഷൻ വരും. ഫസ്റ്റ് ഈസ് എ സ്ട്രേറ്റ് ലൈൻ റെപ്രസെൻറ്റേഷൻ. സ്ട്രേറ്റ് ലൈൻ റെപ്രസെൻറ്റേഷൻ മീൻസ് ഹിയർ ദിസ് ഈസ് എ ഗ്രാഫ്. Okay, this is a graph. ഓക്കെ, അപ്പോൾ ഈ ഒരു ഗ്രാഫിനെയാണ് നമ്മളിവിടെ പ്ലെയിനിൽ റെപ്രസെൻ്റ് ചെയ്തേക്കുന്നത്. ഫസ്റ്റ് ഔട്ടർ എഡ്ജസ്, ദെൻ ദിസ് എഡ്ജ്, ദിസ് എഡ്ജ്, ദിസ് എഡ്ജ് ആൻഡ് ദിസ് എഡ്ജ്. ദാറ്റ് ഈസ് these two edges. Okay,
സോ നമ്മൾ ഈ ഒരു ഗ്രാഫിനെ പ്ലെയിൻ റെപ്രസെൻറ്റ് ചെയ്തു, നോ എഡ്ജ് ഇൻ്റർസെക്ഷൻ, സോ ഇറ്റ് ഇസ് എ പ്ലെയിൻ ഗ്രാഫ്. ദെൻ വി ക്യാൻ റെപ്രസെൻറ്റ് ദിസ് ഗ്രാഫ് ആസ് എ സ്ട്രേറ്റ് ലൈൻ. സ്ട്രേറ്റ് ലൈനായിട്ട് നമുക്കതിനെ വേറെ രീതിയിൽ വരയ്ക്കാൻ പറ്റും. സോ നമുക്ക് പ്ലാനാർ ഗ്രാഫിനെ സ്ട്രേറ്റ് ലൈനായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. ദാറ്റ് മീൻസ് എനി സിമ്പിൾ പ്ലാനാർ ഗ്രാഫ് ക്യാൻ ബി എബൻഡഡ് ഇൻ എ പ്ലെയിൻ സച്ച് ദാറ്റ് എവറി എഡ്ജ് ഇസ് ഡ്രോൺ ആസ് എ സ്ട്രേറ്റ് ലൈൻ സെഗ്മെൻറ്റ്. അതായത് ഞാൻ ആദ്യം വരച്ച പ്ലെയിൻ ഒരു ഗ്രാഫിനെ നമുക്ക് ഈ ഒരു രീതിയിൽ പ്ലെയിനിൽ റെപ്രസെൻറ്റ് ചെയ്യാം. അതിനെ കുറച്ചും കൂടെ മോഡിഫൈ ചെയ്ത് ഈ രീതിയിൽ സ്ട്രേറ്റ് ലൈൻ സെഗ്മെൻറ്റ്സ് ആയിട്ടും റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, and this representation we can use to for only in the case of a simple graph, because self loop and parallel edges വരുവാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് സ്ട്രേറ്റ് ലൈൻ യൂസ് ചെയ്ത് അതിനെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റില്ല. സോ സിമ്പിൾ ഗ്രാഫിനെയാണ് നമുക്ക് സ്ട്രേറ്റ് ലൈനായിട്ട്, സിമ്പിൾ ഗ്രാഫിൻ്റെ പ്ലെയിൻ റെപ്രസെൻറ്റേഷനെ നമുക്ക് അല്ലെങ്കിൽ സിമ്പിൾ പ്ലാനാർ ഗ്രാഫിനെ നമുക്ക് സ്ട്രേറ്റ് ലൈൻ ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ഈസ് പ്ലെയിൻ റെപ്രസെൻറ്റേഷൻ. പ്ലെയിൻ റെപ്രസെൻറ്റേഷൻ മീൻസ് നമ്മളൊരു ഗ്രാഫിനെ പ്ലെയിനിൽ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ അതിനെ റീജിയൻസ് എന്ന് പറയും. ആ പോർഷൻസിനെ റീജിയൻസ് എന്നാണ് പറയുന്നത്. റീജിയൻസ് മീൻസ് അതിനെ നമ്മൾ ക്യാരക്ടറൈസ് ചെയ്യുന്ന അതിൻ്റെ വേർഡ്സസ് യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ എഡ്ജസ് യൂസ് ചെയ്തിട്ടോ ആയിരിക്കും. ഓക്കെ, ഫോർ എക്സാമ്പിൾ ദിസ് ഈസ് എ ഗ്രാഫ്, ദിസ് ഈസ് എ റീജിയൻ R1 ആൻഡ് ദിസ് ഈസ് ഓൾസോ ആൻ ഔട്ട്സൈഡ് റീജിയൻ. ഔട്ട്സൈഡ് റീജിയൻ, അപ്പോൾ ഇൻസൈഡ് റീജിയൻ എന്ന് പറയുമ്പോൾ അപ്പോൾ ഈ ഒരു റീജിയനെ നമ്മൾ സ്പെസിഫൈ ചെയ്യുന്ന നമ്പർ ഓഫ് വേർട്ടസസ് ഈ വേർട്ടസസ് യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ എഡ്ജസ് യൂസ് ചെയ്തിട്ടോ ആയിരിക്കും. ഇൻസൈഡ് റീജിയനെ നമ്മൾ ഫൈനൈറ്റ് റീജിയൻ എന്നും, ദെൻ ഔട്ട്സൈഡ് റീജിയൻ എന്ന് പറയുമ്പോൾ നമുക്ക് അതിനൊരു ബൗണ്ടറിയോ അങ്ങനെ കാര്യങ്ങളോ ഒന്നും പ്രത്യേകിച്ച് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. സോ ദാറ്റ് റീജിയനെ നമുക്ക് എക്സ്റ്റീരിയർ റീജിയൻ ഓർ ഔട്ട്സൈഡ് റീജിയൻ ഓർ ഇൻഫൈനൈറ്റ് റീജിയൻ എന്നൊക്കെ പറയാം. ദെൻ അനദർ എക്സാമ്പിൾ ഈസ്, suppose this is a graph plane representation, this is an finite region and this is a infinite region, the exterior region. Okay, ഈ ഒരു ഫിഗർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫിഗറിൽ നമുക്ക് ടോട്ടലി 1 2 3 then 5 6 ഫൈനൈറ്റ് റീജിയൻസ് ഉണ്ട്. ദെൻ ഔട്ട്സൈഡ് ഒരു റീജിയൻ ഉണ്ട്, അതിനെ ഇൻഫൈനൈറ്റ് റീജിയൻ എന്ന് പറയും. ഓക്കെ, സോ എ പ്ലെയിൻ റെപ്രസെൻറ്റേഷൻ ഓഫ് എ ഗ്രാഫ് മീൻസ് ഇഫ് യു റെപ്രസെൻറ്റ് എ ഗ്രാഫ് ഓൺ എ പ്ലെയിൻ ദ ഗ്രാഫ് വിൽ ഡിവൈഡ്സ് ദ പ്ലെയിൻ ഇൻ ടു മെനി റീജിയൻസ്. നമ്മളൊരു ഗ്രാഫിനെ പ്ലെയിനിൽ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ ആ ഗ്രാഫ് ആ പ്ലെയിനെ പല റീജിയൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുവാണ്. ഓക്കെ, ആൾസോ കോൾഡ് എസ് ഫേസസ്. റീജിയൻസിൻ്റെ വേറൊരു നെയിമാണ് ഫേസസ്, വിൻഡോസ് ഓർ മെഷസ്. A region means it is characterized by the set of edges or the set of vertices forming its boundary. Infinite region, the portion of a plane which is lying outside the graph embedded in a plane. നമ്മളൊരു ഗ്രാഫ് പ്ലെയിനിൽ എംബെഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ഔട്ട്സൈഡ് വരുന്ന റീജിയനെ അല്ലെങ്കിൽ ഫേസിനെയാണ് നമ്മൾ ഇൻഫൈനൈറ്റ് റൗണ്ട് ബൗണ്ടഡ് ഔട്ടർ ഓർ എക്സ്റ്റീരിയർ റീജിയൻ എന്ന് പറയുന്നത്. So this is a plane representation of a planar graph and means it consists of many regions, inside regions and outside regions. Okay, so we discussed about what is a planar graph. For a graph, we can represent a graph on a plane without edge intersection. That graph is called a planar graph. Otherwise, it is a non-planar graph. Then two non-planar graphs, Grotowski's first graph and Grotowski's second graph. And we can prove both the graphs are non-planar by simply draw the graphs by edge connection in step-by-step manner. And finally, the last edge will surely intersect. The last properties of Grotowski's graph and how we can represent the planar graph. The planar graph, either we can represent a simple planar graph as a straight line, or it can represent without a straight line. In those cases, or in all cases, if we represent a plane or a graph, if we represent a graph on a plane, it will divide the plane into many regions. It consists of finite and both outside regions, and that are outside regions means infinite regions. Okay, thank you.